ഞാനൊന്നും വീട്ടിൽ പോകുന്നില്ല. ഈ അമ്മയ്ക്ക് ഭ്രാന്താ. എന്റെ കണ്ണ, എനിക്കിതൊന്നും വലിയ വിശ്വാസം ഉണ്ടായിട്ടല്ല. പക്ഷേ അമ്മ നിർബന്ധിച്ചാൽ നമ്മളെന്താ പറയാ, വയസ്സായവരല്ലേ. എന്തായാലും ഞാൻ പോകുന്നില്ല. പിന്നെ ഞാനിവിടെ നിൽക്കുന്നോണ്ട് വല്ല വിഷമമുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി, ഞാൻ മാറിത്തരാം. കണ്ണാ, എന്നാലും ബാലേട്ടനോട് എന്തിനാ അങ്ങനൊക്കെ പറയാൻ പോയത്? അല്ലാതെ ഞാൻ നാട്ടിൽ പോണെന്നാ നീയും പറയുന്നത്? ഞാൻ എന്താ പറയാ? കണ്ണാ, വന്ന് ഊണ് കഴിക്കേ. ചേച്ചി കഴിച്ചോ? എനിക്ക് നല്ല വിശപ്പില്ല. അതെന്താ, വല്ല അസുഖമുണ്ടോ? ഒന്നുമില്ല. നിന്റെ ജാടയൊന്നും എന്നോട് വേണ്ട. വാടാ. ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ? നോക്കട്ടെ. ഷീ ഈസ് ഓൾസോ ബ്യൂട്ടിഫുൾ. ആഹാ, നീ തന്നേ. ഇനി തരാൻ. അതിനെ നീ അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. ഇതൊക്കെ ഒരു ഭാഗ്യ. പ്രിൻസേ, നാൻസി വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട കേട്ടോ. എനിക്കെന്തിനാ ദേഷ്യം വരുന്നേ? ഈ കുരങ്ങനേക്കാളും ഭേദാ ഞാൻ. ഈ ചമ്മല മാറ്റാൻ ഞാൻ എന്തായാലും ഒരു സിഗരറ്റ് കത്തിക്കാൻ പോവാ. എനിക്കെന്തിനാ, നീയല്ലേ ചമ്മത്? ഹലോ, എവിടേക്കാ? അയ്യോ പാവം. പാവൊന്നുമല്ല, ഭയങ്കര സാധന. ഏതായാലും കോളേജ് അടയ്ക്കുന്നതിന് മുമ്പ് നമുക്കൊരു ട്രിപ്പ് അറേഞ്ച് ചെയ്താലോ? നല്ല ബെസ്റ്റ് ഐഡിയ. എവിടേക്കാ? എവിടേക്കായാലും ഞാനില്ല, ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? കുറച്ചൊക്കെ ധൈര്യം വേണ്ടേ? കണ്ണൻ അത് പറയാം. എന്റെ അച്ഛൻ അറിഞ്ഞ എന്നെ കൊന്നുകളയും. ഇതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. അമേരിക്കയിലാണെങ്കിൽ ഈ പ്രായത്തിൽ പ്രേമിച്ചില്ലെങ്കിലാ കുഴപ്പം. നമ്മുടെയൊക്കെ ഒരു ഗതികേടേ. കൊണ്ടാ? വേണ്ട, വലിക്കണ്ട. ഒരു സ്നേഹം. ഹായ്. ഇവിടെ പനിക്കുള്ള എന്തെങ്കിലും ഗുളികരിപ്പുണ്ടോ? ആർക്കാ പനി? കവിതയ്ക്കാ. ഇന്നലെ കോളേജിൽ നിന്ന് അവളുടെ കയ്യൊന്ന് പൊള്ളി. കുറച്ചേ ഉള്ളൂ. ലാബിൽ നിന്ന് ആസിഡ് വീണ അത്രേ. ഇന്ന് കാലത്ത് നോക്കുമ്പോ കുറേശ്ശെ പനിക്കുന്നുണ്ട്. ഡോക്ടറെ കാണിച്ചില്ലേ? അവള് കോളേജിൽ നിന്ന് ഡോക്ടറെ കാണിച്ചു അത്രേ. മരുന്നൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇവിടെ മരുന്നൊന്നും ഉണ്ടാവില്ലെന്നാ തോന്നണേ. ഞാൻ കണ്ണനോട് പറഞ്ഞ് വാങ്ങിപ്പിക്കാം. ഇനി കുറച്ച് കഞ്ഞി കൊണ്ടിരട്ടെ? വേണ്ട. ഇപ്പോഴും കൊച്ചു കുട്ടികളെ പോലെ എന്തെങ്കിലും ഒന്ന് പറ്റിയാ മതി. പിന്നെ ഇതാ സ്വഭാവം. വേദന എന്ന് പറഞ്ഞ അവൾക്ക് അടുത്തൂടെ പോയിക്കൂടാ. എന്നാ മോൻ പോയിക്കോ. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവാൻ സമയമില്ലേ?
സോറി. ഇനി ഒരിക്കലും നിന്നെ ഞാൻ വേദനിപ്പിക്കില്ല. സത്യം. ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ മഹാബോറ് പരിപാടിയാ. പക്ഷെ പോകാതിരിക്കാൻ പറ്റുമോ? എത്ര ദിവസത്തെ പരിപാടിയാ? 2 ദിവസത്തെ. ഓ, തലേന്നങ്ങ് പോവും, പിറ്റേന്നങ്ങ് പോരേം ചെയ്യും. ഓ. ആ, താനും പാടോ. ശനിയും ഞായറും അല്ലേ, ഒരൊറ്റ ദിവസത്തെ ലീവ് എടുത്താ മതി. ഏയ് ഞാനില്ല. ക്ഷണിക്കാത്തോണ്ടാ? അതിനിപ്പോ ഞങ്ങൾ വിളിച്ചാലും പോരെ. എന്റെ ഏടത്തി ക്ഷണിക്കുന്നതും ഞാൻ ക്ഷണിക്കുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? അയ്യോ, അതുകൊണ്ടല്ല. പിന്നെന്താ? ഓഫീസിൽ ഒരുപാട് പണിയുണ്ടെന്നേ. ഇൻസ്പെക്ഷൻ പീരീഡാ, ലീവ് കിട്ടില്ല. അതൊക്കെ വെറുതെ പറയുന്നതാ. അല്ലെന്നേ, സത്യ. ചുരുക്കം പറഞ്ഞ താൻ വരില്ല, അതന്നെ. അയ്യേ, എന്താ അങ്ങനെ പറഞ്ഞു? ദേ, ഈ പെണ്ണിന്റെ കാര്യം എന്താ ചെയ്യുന്നേ? അവൾക്ക് പരീക്ഷയ്ക്ക് പഠിക്കാണ്ടെന്നല്ലേ പറഞ്ഞത്. ഇവിടെ നിൽക്കട്ടെ, ബാലനുണ്ടല്ലോ ഇവിടെ. ആ, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? വേഗം പൊയ്ക്കോ, ആരെങ്കിലും കാണൂല. എന്റെ ഈശ്വരാ. ആരും കണ്ടിട്ടില്ല. ഞാൻ ഉടനെ പോയിക്കോളാം. എനിക്കൊന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതല്ലേ. എന്നൊക്കെ? അയ്യോ. അങ്ങോട്ട് പോലെ. എങ്ങോട്ട് പോകും? അടിയിലേക്ക് കുളിച്ചോളൂ. എവിടെ? നീ എന്തെടുക്കായിരുന്നു? എന്തൊരു ഉറക്ക ഇത്? എത്ര നേരം ബെല്ലടിക്കുന്നു? ഇനി ഉറങ്ങാനാ ഭാവം? നേരെ ഉച്ചയായി. പോയി ചായക്ക് വെള്ളം വെക്കടി. ഏ